ഹായ്, വെൽക്കം ടു സോഷ്യൽ സയൻസ് പാഠശാല. രാജസ്ഥാനിൽ ഒരു കർഷകനുണ്ടായിരുന്നു. അയാൾ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഡീസലിൽ പ്രവർത്തിക്കുന്ന ഒരു പമ്പ് സെറ്റാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അയാൾ സോളാർ എനർജി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു പമ്പ് സെറ്റ് ഉപയോഗിക്കുവാൻ തുടങ്ങി. ഇങ്ങനെ ഈ കർഷകൻ സോളാർ എനർജി ഉപയോഗിക്കുവാൻ തുടങ്ങിയതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് റീസൺ ഏതാണ് എന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. CBSE 10ാം ക്ലാസ് സോഷ്യൽ സയൻസ് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണിത്. ഇത്തരത്തിലുള്ള കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക വഴി സോഷ്യൽ സയൻസ് എക്സാമിൽ നിങ്ങൾക്ക് 100-ൽ 100 മാർക്ക് മേടിക്കാൻ സാധിക്കും. സോഴ്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്നിവ അടങ്ങിയ ഡെയിലി പ്രാക്ടീസ് സെഷനുകൾ സോഷ്യൽ സയൻസ് പാഠശാലയുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ തീർത്തും സൗജന്യമായി നൽകുന്നുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. വെൽക്കം ടു ഓൾ. ഇനി നമുക്ക് ആദ്യമേ സൂചിപ്പിച്ച ചോദ്യത്തിലേക്ക് പോകാം. ഈ ചോദ്യം ഏത് പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ്? യെസ്, മിനറൽസ് ആൻഡ് എനർജി റിസോഴ്സസ് എന്ന അധ്യായവുമായി ബന്ധപ്പെട്ടതാണ്. ആ അധ്യായത്തിൽ കൺവെൻഷണൽ എനർജി സോഴ്സസിനെ കുറിച്ചും നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസിനെ കുറിച്ചും വ്യക്തമായി പറയുന്നുണ്ട്. മനുഷ്യർ ട്രഡീഷണലായി പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന എനർജി റിസോഴ്സസിനെയാണ് കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി എന്ന് പറയുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്തായി ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന എനർജി സോഴ്സസിനെയാണ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് എന്ന് പറയുന്നത്. കോൾ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, ഫയർവുഡ് എന്നിവയാണ് കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജിയിൽ വരുന്നത്. ഇവ എക്സോസ്റ്റബിൾ ആണ്, നോൺ റിന്യൂവബിൾ ആണ്. മാത്രവുമല്ല ഇവയുടെ ഉപയോഗം പൊല്യൂഷനിലേക്ക് നയിക്കും. സോളാർ എനർജി, വിൻഡ് എനർജി, ടൈഡൽ എനർജി, ജിയോ തെർമൽ എനർജി എന്നിവയാണ് നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജിയിൽ വരിക. ഇവ റിന്യൂവബിൾ ആണ് എന്നുള്ളതാണ് ഇവയുടെ പൊതുവായിട്ടുള്ള പ്രത്യേകത. മാത്രവുമല്ല ഇവയുടെ ഉപയോഗം അറ്റ്മോസ്ഫിയറിൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്നില്ല. ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പോഴും 70% എനർജി റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നത് കൺവെൻഷണൽ എനർജി സോഴ്സിലൂടെയാണ്. എന്താണ് ഈ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജിയുടെ പ്രശ്നം? ഒന്നാമതായി അവ റിന്യൂവബിൾ അല്ല എന്നതും രണ്ടാമതായി ഇവ അറ്റ്മോസ്ഫിയറിൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്നു എന്നതുമാണ്. നമ്മുടെ കർഷകൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡീസൽ പമ്പിൻ്റെ കാര്യമെടുക്കുക. അവിടെ എനർജി സോഴ്സായി ഉപയോഗിച്ചത് ഡീസലാണ്. അതൊരു പെട്രോളിയം പ്രോഡക്റ്റ് ആണ്. പെട്രോളിയം ഡെപ്പോസിറ്റ്സ് ഭൂമിയിൽ വളരെയധികം ലിമിറ്റഡ് ആണ്. ഉപയോഗിച്ച് തീർന്നു കഴിഞ്ഞാൽ ഇത് ഒരിക്കലും പുനരുൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയില്ല. അതായത് ഇത് നോൺ റിന്യൂവബിൾ ആണ് എന്ന്. മാത്രവുമല്ല ഡീസൽ ഉപയോഗിച്ച് പമ്പ് പ്രവർത്തിപ്പിക്കുമ്പോൾ അത് പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ നിന്ന് വരുന്ന പുക അത്ര നല്ലതല്ല.